CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട് CPM ജില്ലാ സമ്മേളന വേദിയിൽ പ്രസംഗിച്ചപ്പോൾ ലെനിന്റെ ഒരു വാചകം ഉദ്ധരിക്കുകയുണ്ടായി. പാതിരിമാർക്കും പാർട്ടിയിൽ ചേരാം എന്നതായിരുന്നു അത്. മതവിശ്വാസത്തെ പാർട്ടി അംഗീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥമെന്നും ശ്രീ കോടിയേരി വ്യാഖ്യാനിക്കുകയുണ്ടായി. മതവിശ്വാസികൾക്ക് പാർട്ടി അംഗത്വം നൽകുന്നതിന് തടസ്സമില്ല, മറിച്ച് പ്രചരിപ്പിക്കുന്നവർ വിശ്വാസികളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ലക്കം സത്യാന്വേഷി ഈ പ്രസ്താവനയുടെ വസ്തുതയും വാസ്തവവും പരിശോധിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഭാരതത്തിലെ ഒരു ഇടത് രാഷ്ട്രീയ കക്ഷിയാണ് CPM. കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലാണ് ശക്തമായ അടിത്തറ ഈ പാർട്ടിക്കുള്ളത്. 1964 ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെ കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിലാണ് CPM രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വസംഹിതകൾ നടപ്പിലാക്കി സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അടിസ്ഥാനമായുള്ള ഒരു ഭരണ സംവിധാനം സ്ഥാപിക്കുക എന്നതാണ് CPMന്റെ പ്രഖ്യാപിത ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഘടനയിൽ നിന്ന് വിഘടിച്ചു വന്നവരാണ് CPIM രൂപീകരിച്ചത്. ചുരുക്കത്തിൽ CPMനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ നമ്മൾ വിലയിരുത്തേണ്ടത്. കമ്മ്യൂണിസത്തിന് ദൈവവിശ്വാസത്തെ ആശ്ലേഷിക്കാനാകുമോ? ഈ ചോദ്യത്തിന്റെ മറുപടി ലഭിക്കണമെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ചരിത്രകൃതിയെ ഹ്രസ്വമായിട്ടെങ്കിലും നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാൾ മാർക്സിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രമാണ് മാർക്സിസം. മാർക്സിസത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് കമ്മ്യൂണിസം. മാർക്സിസത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് സുവ്യക്തമായിരുന്നു. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ചരിത്രപരമായ ഭൗതികവാദം, സാമ്പത്തികമായ നിർണയന സിദ്ധാന്തം, വർഗസമരം, അധികമൂല്യ സിദ്ധാന്തം, തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം തുടങ്ങിയവയെല്ലാം ഈ സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയെ പിഞ്ചെന്ന് അധികാരം കയ്യാളിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെക്കുറിച്ചും നമുക്ക് അറിവുണ്ടായിരുന്നു. മാർക്സിസം മാത്രമാണ് പ്രപഞ്ചത്തെപ്പറ്റി സത്യവും വസ്തുനിഷ്ഠവുമായ അറിവ് പ്രദാനം ചെയ്യുന്നത് എന്ന് ലെനിൻ എഴുതിയത് ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പാണ്. ഒരു സിദ്ധാന്തം എന്ന നിലയിൽ മാർക്സിസത്തെ അതിജയിക്കാൻ ഒന്നിനും കഴിയില്ലെന്ന് 1960കളിൽ സാർത്ര നിരീക്ഷിക്കുകയുണ്ടായി. തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളായ ആദർശങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്നതെന്ന് ഹംഗേറിയൻ മാർക്സിസ്റ്റ് ദാർശനികനായ ലൂക്കാച്ച് ചൂണ്ടിക്കാണിച്ചതും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിലായിരുന്നു. ഇന്ന് ഇതെല്ലാം പാടെ മാറിമറിഞ്ഞിരിക്കുകയാണ്. മാർക്സിസ്റ്റ് ദർശനവും രാഷ്ട്രമീമാംസയും സംഹിതയും സാമ്പത്തിക സിദ്ധാന്തങ്ങളും അതേപടി അനുവർത്തിക്കുന്ന ഒരൊറ്റ രാഷ്ട്രം പോലും ഇന്ന് ഭൂമുഖത്തില്ല. ക്യൂബയും ഉത്തര കൊറിയയും ചൈനയും ഉൾപ്പെടെ. പ്രൊഫസർ PT ചാക്കോയുടെ ഒരു നിരീക്ഷണം ഇതാണ്. എങ്കിലും മാർക്സിസത്തിന്റെ അവസാനത്തെ 2 അഭയസ്ഥാനങ്ങളായി കേരളവും പശ്ചിമ ബംഗാളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാർക്സിയൻ ചിന്തയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ ഒരൊറ്റ ഭാരതീയ ചിന്തകനെയും പറ്റി നമുക്കറിവില്ല. EMSന്റെ 100 വോള്യങ്ങളുടെ പ്രത്യേകത അവ ഗൗരവമോ ഗഹനതയോ നിറഞ്ഞ മാർക്സിയൻ ആശയങ്ങൾ പ്രതിപാദിക്കുന്നു എന്നതല്ല, പ്രത്യുത ആ വോള്യങ്ങൾ 100 എണ്ണമുണ്ട് എന്നതാണ്. കുറെയൊക്കെ പ്രസിദ്ധി ആർജിച്ച ഒരു ഇന്ത്യൻ മാർക്സിസ്റ്റ് ചിന്തകൻ എഴുതിയിട്ടുള്ളത് ഭാരതീയ ദാർശനികരിൽ ചിലരുടെ നിരീശ്വരവാദത്തെ പറ്റിയാണ്. മാതൃഭൂമി പോലുള്ള ചില പ്രസിദ്ധീകരണങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറുള്ള ലേഖനങ്ങളിൽ ഭൂരിപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയിലെ അന്തഛിദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത്രയുമാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പ്രൊഫസർ PT ചാക്കോ എഴുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പ്രത്യയ ശാസ്ത്രങ്ങൾ അതേപടി പിന്തുടർന്നുകൊണ്ട് ലോകത്ത് ഇന്ന് വിജയിക്കാനോ അതിജീവിക്കാനോ കഴിയില്ല എന്ന ചരിത്രപരമായ ഉറപ്പ് ലഭിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ഒത്തുതീർപ്പ് ശ്രമങ്ങളായി മാത്രമേ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ നമുക്ക് കാണാൻ സാധിക്കൂ എന്ന് ചുരുക്കം. മതവിശ്വാസികൾക്കും പാർട്ടിയിൽ അംഗത്വമെടുക്കാമെന്ന വിപ്ലവകരമായ നിലപാട് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം എത്ര കണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിലേറിയ നാടുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ആഗോള കമ്മ്യൂണിസം അടിസ്ഥാനപരമായി ഭൗതികവാദം, നിരീശ്വരവാദം, വർഗസമരം എന്നീ 3 തത്വങ്ങളിലാണ് വിശ്വസിക്കുന്നത്. ജോർജ് വില്യം ഫെഡറിക് ഹേഗലിന്റെ വൈരുദ്ധ്യാത്മക ചിന്ത കടമെടുത്ത് ഭൗതികവാദത്തെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുക. ഈ കാണുന്ന പ്രപഞ്ചത്തിനും വസ്തുക്കൾക്കും അപ്പുറം ഒന്നും തന്നെയില്ല. ഭൗതികം മാത്രമാണ് സത്യം. പ്രപഞ്ചത്തിലുള്ളത് മാത്രമാണ് സത്യം. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതും സ്പർശിച്ചറിയാൻ സാധിക്കുന്നതും മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്നിങ്ങനെയാണ് ഭൗതികവാദികൾ പറയുക. പ്രപഞ്ചത്തിന് അതീതനായ ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ദൈവവിശ്വാസത്തിനും മതത്തിനും കമ്മ്യൂണിസത്തിൽ സ്ഥാനമില്ല. അടിസ്ഥാനപരമായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് മത ആചാരമനുസരിച്ച് ജീവിക്കുകയും സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവവിശ്വാസിയായ വ്യക്തി പാർട്ടി ടിക്കറ്റിൽ ജയിച്ചു വന്നാൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിഷ്കർഷിച്ചു പോന്നത്. ഭൗതികവാദവും നിരീശ്വരവാദവും എന്നതുപോലെ കമ്മ്യൂണിസത്തിന്റെ അടിത്തറയാണ് വർഗസമരം. സമൂഹത്തെ അവർ 2ആയി തരംതിരിക്കുകയാണ്. ബൂർഷ്വയും തൊഴിലാളിയുമാണ് സമൂഹത്തിലെ 2 വർഗങ്ങൾ. പണമുള്ളവനായ ബൂർഷ്വ തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നു. ചൂഷണം അവസാനിപ്പിക്കാൻ വർഗസമരം വേണം. രക്തം ചൊരിയുന്ന വിപ്ലവത്തിലൂടെ ആണെങ്കിൽ പോലും തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്ന ബൂർഷ്വകളെ വകവരുത്തണം. സമൂഹത്തിൽ ബൂർഷ്വ ഉള്ളിടത്തോളം കാലം വർഗസമരത്തിന് പ്രാധാന്യമുണ്ട്. കമ്മ്യൂണിസം ബൂർഷ്വയെ വ്യാപകമായി വ്യാഖ്യാനിക്കാറുണ്ട്. സഭയെപ്പോലും ബൂർഷ്വയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഭൗതികവാദത്തെയും നിരീശ്വരവാദത്തെയും പോലെ വർഗസമരത്തെയും സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സഭയുടെ ദർശനമനുസരിച്ച് സമൂഹത്തിൽ വേർതിരിവുകളില്ല. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ സമൂഹത്തിലുള്ള എല്ലാവരും ദൈവമക്കളാണ്. പാപിയും വിശുദ്ധനും പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ദൈവമക്കളാണ്. എല്ലാവരും ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട തുല്യരാണ്. ലോകത്തിൽ അസമത്വം ഇല്ലാതാക്കാൻ അതിന് ഹേതുവായവരെ കൊന്നുകളയുക എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവ വർഗ സമരത്തോട് ദൈവവിശ്വാസികൾക്ക് അതുകൊണ്ട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടിൽ 2 വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ ശക്തമായി നിലനിന്നിരുന്നു. ക്രൈസ്തവ വിശ്വാസം വിഭാവനം ചെയ്യുന്ന സ്വർഗീയ പറുദീസായും അത് പ്രാപിക്കാനുള്ള മതധാർമ്മികതയും ഒരു വശത്ത്, മാർക്സിസം വാഗ്ദാനം ചെയ്യുന്ന ഭൗമിക പറുദീസായും അത് നടപ്പിൽ വരുത്താൻ പോരുന്ന പ്രായോഗിക പ്രത്യയശാസ്ത്രവും മറുവശത്ത്. ക്രൈസ്തവ ദൈവശാസ്ത്രവും മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രവും പരസ്പരം ചേരാത്ത 2 സമാന്തര ചിന്താധാരകളായി അങ്ങനെ ശക്തി പ്രാപിച്ചു വന്നു. ഗ്രഹാം ഗ്രീൻ എന്ന ആംഗലേയ സാഹിത്യകാരൻ തന്റെ നോവലുകളിൽ പ്രധാന കഥാപാത്രങ്ങളായി ഒരു ക്രൈസ്തവ പുരോഹിതനെയും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും അവതരിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ആദർശങ്ങളോട് തികച്ചും ആത്മാർത്ഥത പുലർത്തുന്നവരാണ് 2 പേരും. പക്ഷെ എപ്പോഴും അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കലഹിക്കുന്നവരായിട്ടാണ് അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. കലഹിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം പരസ്പര വിരുദ്ധങ്ങളായ ആദർശങ്ങളെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിന്റെ യൂറോപ്യൻ ചിന്താഗതിയെ ഈ കഥാപാത്രങ്ങൾ വളരെ മനോഹരമായി വ്യക്തമാക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം മാർക്സിസത്തിന് മതപരിവേഷവുമുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പല അർത്ഥത്തിലും മാർക്സിയൻ പ്രത്യയശാസ്ത്രം ഒരു മതാത്മക പ്രതിഭാസമാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. മാർക്സ് യഹൂദനായിരുന്നല്ലോ. യഹൂദ ക്രൈസ്തവ മതദർശനങ്ങൾ ശാഖ പിരിഞ്ഞ പുരാതനമായ തായ്തടിയിൽ തന്നെ കിളിർത്തതാണ് മാർക്സിയൻ ആദർശവും. മനുഷ്യ ജീവിത സാക്ഷാത്കാരമായി ഈ മതാചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് സ്വർഗീയ പറുദീസായാണ്. അതിനേക്കാൾ വ്യാമോഹകമായ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാൻ ഉണ്ടാകണമെന്ന് ഒരു മത്സരബുദ്ധിയാൽ എന്ന പോലെ മാർക്സ് നിശ്ചയിച്ചു. പറുദീസ ഈ ഭൂമിയിൽ തന്നെ പണിതുയർത്താമെന്ന് അദ്ദേഹം ശഠിക്കാനുള്ള കാരണം അതാണ്. അതിന്റെ രൂപരേഖയായി തന്റെ പ്രത്യയശാസ്ത്രം അദ്ദേഹം അവതരിപ്പിക്കുകയും മതദർശനത്തെക്കാൾ ആവേശം ജനിപ്പിക്കാൻ പോന്നതായിരുന്നു ഈ സങ്കല്പം, പ്രത്യേകിച്ച് ചൂഷിത വർഗത്തിന്. എല്ലാ തരത്തിലുമുള്ള അന്യവൽക്കരണവും അവസാനിക്കുന്ന നീതിയുക്തമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നം ആരെയാണ് കോരിത്തെരിപ്പിക്കാത്തത്? ഒരുപക്ഷെ ഈ ഒരു ചിന്തയായിരിക്കാം മിഖായേൽ ഗോർബച്ചോവിനെ കമ്മ്യൂണിസത്തിന്റെ അബദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ട് റഷ്യയിൽ പ്രവർത്തിക്കാൻ സഹായിച്ചത്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് മേധാവിയായിരുന്ന ഗോർബച്ചേവിന്റെ മുദ്രാവാക്യം ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നീ 2 വാക്കുകളാണ്. തുറവി, അഴിച്ചുപണി എന്നിവയാണ് അതിന്റെ അർത്ഥം.
ഏറ്റവും അർത്ഥമുള്ള രണ്ട് വാക്കുകൾ. ദൈവത്തോടും മതത്തോടുമുള്ള സമീപനത്തിൽ പ്രകടമായ മാറ്റം ഗോർബച്ചോവിലൂടെ റഷ്യയിൽ സംഭവിച്ചു. ഗോർബച്ചേവ് പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസികളും സോവിയറ്റ് പൗരന്മാരും നമ്മുടെ സഖാക്കളാണ്. അവരുടെ മനസാക്ഷി സ്വാതന്ത്ര്യത്തെ നാം മാനിച്ചേ തീരൂ. കഴിഞ്ഞ കാലങ്ങളിൽ മതത്തോടും മതവിശ്വാസികളോടും കാട്ടിയ തെറ്റ് ഏറ്റുപറയാനും പരിഹാരം ചെയ്യാനും അങ്ങനെ ഗോർബച്ചേവ് തയ്യാറായി. കണ്ടുകെട്ടപ്പെട്ട പല പള്ളികളും സന്യാസാശ്രമങ്ങളും ഉടമസ്ഥർക്ക് കൈമാറി. റഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വീണ്ടും അൾത്താരകളിലേക്ക് മാറ്റി. ബൈബിളുകൾ സർക്കാർ ചെലവിൽ അച്ചടിച്ചു കൊടുത്തു. 20 പേർ ഒരുമിച്ച് ചേർന്ന് അപേക്ഷിച്ചാൽ അവർക്കായി സർക്കാർ തന്നെ പള്ളി വെച്ചു കൊടുക്കും. പള്ളിയുടെ വരുമാനത്തിന്റെ മേൽ നികുതി ഇളവ് അനുവദിച്ചു. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ജൂബിലി ആഘോഷങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 500 പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ 7 കർദിനാൾമാർ ഇതിൽ പങ്കെടുത്തു. അവരിൽ പ്രമുഖൻ മാർപ്പാപ്പയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന കർദിനാൾ കസറോളി ആയിരുന്നു. കസറോളി ഗോർബച്ചോവിനെ കണ്ട് മാർപ്പാപ്പയുടെ ഒരു കത്ത് കൊടുത്തു. കത്തിന്റെ ഉള്ളടക്കം റഷ്യയുടെ തുറവിയെയും അഴിച്ചുപണിയെയും ഗ്ലാസ്നോസ്റ്റിനെയും പെരിസ്ട്രോയിക്കിയെയും അഭിനന്ദിക്കുന്നതായിരുന്നു. ഗോർബച്ചോവിന്റെ തുറവിയുടെയും അഴിച്ചുപണിയുടെയും മാർഗത്തിലാണോ കേരളത്തിൽ CPM ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഗോർബച്ചോവ് ചരിത്രത്തോട് കാണിച്ച സത്യസന്ധതയെങ്കിലും ഇവിടെയും പൊതുസമൂഹം പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയല്ല, മതവിശ്വാസികൾക്കും പാർട്ടി അംഗത്വം കൊടുക്കാമെന്നത് കോൺഗ്രസിനോടൊപ്പം അധികാരമില്ലാതെ നിലനിൽക്കാൻ താല്പര്യമില്ലാത്ത മതവർഗീയ മുന്നേറ്റങ്ങൾക്ക് പാർട്ടിയിലേക്കുള്ള അനൗദ്യോഗിക ക്ഷണമാണോ എന്നും സംശയിക്കുന്നവരുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും സംശയിക്കുക സ്വാഭാവികമാണല്ലോ. മാർക്സിസത്തെ സംബന്ധിച്ച് എക്കാലത്തും സഭയ്ക്ക് വളരെ സുവ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്. അത് രാഷ്ട്രീയ പരിസ്ഥിതികൾ അനുസരിച്ച് മാറുന്നവയല്ല. അവ എന്താണ് എന്ന് പാർട്ടിയിലേക്ക് ആതിഥേയത്വം വഹിക്കാൻ നിലകൊള്ളുന്നവർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, സഭയുടെ ദൗത്യം ദൈവവിശ്വാസം പ്രോത്സാഹിപ്പിക്കലാണ്, നിരീശ്വരവാദം വളർത്തലല്ല. ഭൗതികവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും വ്യാപനത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി അവയെക്കുറിച്ച് വിശ്വാസികളെ ബോധവാന്മാരാക്കുകയും ഇത്തരം പ്രസ്ഥാനങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന സഭാംഗങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും തടയുവാനും സഭ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. 2, നഷ്ടപ്പെട്ടു പോയ ആടുകളെ തിരികെ കൊണ്ടുവരാനാണ് ദൈവപുത്രൻ പരിശ്രമിച്ചത്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരാൻ സഭയ്ക്ക് സാധിക്കും. കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയോ MLA സ്ഥാനത്തിന് വേണ്ടിയോ നിരീശ്വരവാദത്തിന്റെ വക്താക്കളാകാതിരിക്കാൻ സഭാംഗങ്ങൾക്ക് കഴിയണം. 3, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ മാതൃകാ വ്യക്തികളാക്കാൻ പാടില്ല. അവരുടെ സ്ഥാനത്തെ മഹത്വപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായിരിക്കുന്നവരെ വിശ്വാസപരമായ കാര്യങ്ങളിൽ എപ്രകാരം പങ്കെടുപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ ഗൗരവതരമായി ആലോചിക്കേണ്ടതാണ്. 4, ഏതു മാർഗത്തിലൂടെയും ദാരിദ്ര്യവും തിന്മകളും ഉന്മൂലനം ചെയ്യാമെന്ന കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ സഭ വിശ്വസിക്കുന്നില്ല. മാർഗവും ലക്ഷ്യവും ഒരുപോലെ സംശുദ്ധമായിരിക്കണമെന്ന എക്കാലത്തെയും ധാർമ്മിക നിലപാടിനെ സഭ ഉയർത്തിപ്പിടിക്കുകയാണ്. 5, ഭൗതികവാദവും നിരീശ്വരവാദവും പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളായി പ്രചരിപ്പിക്കപ്പെടുന്നിടത്തോളം കാലം യാതൊരു വിധത്തിലും സഭയ്ക്ക് നിരീശ്വരവാദ പാർട്ടി പ്രസ്ഥാനങ്ങളോട് സഹകരിക്കാനോ വിശ്വാസികളായവർക്ക് തങ്ങളുടെ മനസാക്ഷിയിൽ അവയുടെ അംഗങ്ങളാകാനോ സാധിക്കുകയില്ല. ഭൗതികവാദവും നിരീശ്വരവാദവും ഉപേക്ഷിക്കുകയും സൈദ്ധാന്തികമായ അബദ്ധങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്നതുവരെ മതവിശ്വാസവും വിശ്വാസികളും ഈ പ്രസ്ഥാനങ്ങളോട് അകലം പാലിക്കാൻ നിർബന്ധിതരാകും എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാലം ചെല്ലുന്തോറും യാഥാർത്ഥ്യബോധമുള്ളവയായി മാറുന്നുവെന്നത് സന്തോഷം നൽകുന്ന വസ്തുതയാണ്. എന്നാൽ കേവലം പ്രസ്താവനകളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആരും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. നിലപാടുകൾ കേവലമായ രാഷ്ട്രീയ നേട്ടത്തിനുള്ള അടവ് നയങ്ങളല്ല എന്ന് ഉറപ്പാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കും. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങൾ, നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചന, സത്യസഭയുടെ
മായം ചേർക്കാത്ത പ്രബോധനങ്ങൾ, സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.